ഓം നമോ നാരായണ. SPYSS NYC യുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൺലൈൻ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇന്ന് 140ാമത്തെ ദിവസമാണ്. ഇന്ന് 15ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ യോഗ ബന്ധുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് മൃദുല അക്കയാണ്. അതുപോലെ ഈ ഒരു അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ നൽകുന്നത് EV നാരായണനാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് സരോജിനി അക്കയാണ്. അക്കയെയും സ്വാഗതം ചെയ്യുന്നു. ശ്ലോകം 1, 2, 3 അതിന്റെ റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് ഓമന CK അക്കയാണ്. ഈ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ നൽകുന്നത് പ്രഭ അക്കയാണ്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ബാക്കപ്പില് ചാൻഡിങ്ങിന് ഗംഗാ രാജേന്ദ്രൻ അക്കയും അതുപോലെ എക്സ്പ്ലനേഷന് വേണ്ടി രമാക്കയും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകത്തിനായി മൃദുലാക്കിയെ ക്ഷണിക്കുന്നു. ഹരിമക്ക. ഹരിയോ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥ ഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈഃ സാംഗപദക്രമോപനിഷदैर् ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. 15ാമത്തെ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷന് വേണ്ടി EV നാരായണനെ ക്ഷണിക്കുന്നു. ഹരിമണ്ണ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ 14ാമത്തെ അധ്യായം കഴിഞ്ഞ് 15ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ത്രിഗുണങ്ങളെ പറ്റിയിട്ടും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായ വിഭിന്നങ്ങളായ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അത് എങ്ങനെയാണെന്നും ഉള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും പുരുഷനും പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ ഭൗതികമായ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ അല്ലെങ്കിൽ ഭൗതികമായ ആ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഒരേ ആത്മാവ് തന്നെ അതിലൂടെ പ്രവഹിക്കുമ്പോൾ ഇംപ്രഗ്നേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗർഭം ധരിപ്പിക്കുന്ന ഒരു പ്രക്രിയ പോലെയാണ് പറയുന്നത്. ആത്മാവ് പ്രകൃതിയിൽ, പുരുഷൻ എന്ന ആത്മാവ് പ്രകൃതി എന്ന സ്ത്രീയിൽ ഗർഭം ധരിപ്പിക്കുന്നത് പോലുള്ള അവസ്ഥയിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും വേറെ വേറെയായി ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വിഭിന്നത അല്ലെങ്കിൽ വളരെ വളരെ മാറ്റങ്ങളുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ജീവജാലങ്ങൾ ഒരേ ആത്മാവിൽ തന്നെ എങ്ങനെ പറക്കുന്നു എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനമായിരുന്നു അത്. വൈവിധ്യം എന്നുള്ളതാണ് ആ വേർഡ്. എങ്ങനെയാണ് ഈ വൈവിധ്യം ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ഇതിന്റെ കൂടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് അതിന്റെ അടുത്ത ഒരു എന്താ പറയാന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഓഫ് തിങ്കിങ്, ഇതിന്റെ മുകളിലുള്ള ഒരു ധാരണ, നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒത്തുപോകേണ്ടത്, എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനമാണ് ഭഗവാൻ കൊടുക്കുന്നത്. അവിടെയാണ് ഈ പുരുഷോത്തമ യോഗം എന്നുള്ള ഈ യോഗത്തിന്റെ പ്രസക്തി. ആരാണ് ഈ പുരുഷോത്തമൻ? നമ്മള് പ്രകൃതിയും പുരുഷനെയും പറ്റിയിട്ട് നേരത്തെ പറഞ്ഞു. ഏകദേശം ഒരു ധാരണ നമുക്ക് പല ഇതിൽ നിന്നുണ്ടായിരിക്കുന്നു. അക്ഷരബ്രഹ്മയോഗത്തിലും മറ്റേ ഇതുണ്ട് വിഭക്തിയിലും അങ്ങനെ കുറേയൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു ഈ പുരുഷോത്തമനെ പറ്റിയിട്ട്. ഇതില് 15-ാമത്തെ ഇതില് വളരെ വ്യക്തമായി എന്താണ് ഈ പുരുഷോത്തമൻ, ആരാണ് പുരുഷോത്തമൻ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ 14-ാമത്തേൽ പറഞ്ഞാണ് ഞാൻ ക്ഷരത്തെ, നമ്മൾ ക്ഷരം എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ലൊരു ബോധമുണ്ട്. ഇപ്പൊ എന്താണ് നശിക്കുന്നതെന്നും എന്താണ് നശിക്കാത്തതെന്നും. അപ്പൊ പറയാണ്, ഞാൻ ക്ഷരത്തെ അതിക്രമിച്ചവനും, ക്ഷരത്തെ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നവനെ അതിക്രമിച്ചവനും അക്ഷരത്തേക്കാൾ ശ്രേഷ്ഠനുമാണ്. അക്ഷരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടിയ ജീവജാലങ്ങളെ പറ്റിയിട്ടാണ് ഒരർത്ഥത്തിൽ അത് പറയുന്നത്. അപ്പൊ ഒന്ന് അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു ലെവലിലും വരാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ജന്മത്തിലേക്ക് എത്താൻ പറ്റാത്ത നശിച്ച ജീവൻ. മറ്റത് അക്ഷരങ്ങൾ ശ്രേഷ്ഠനുമാണ്. എന്നാൽ വേദങ്ങളിലും ലോകത്തിലും ഇതിനു മുകളിലായിട്ടൊരു സ്ഥാനമുണ്ട്. അതാണ് പുരുഷോത്തമന്റെ ലോകം എന്നാണ് പറയുന്നത്. ക്ഷരത്തിനും അക്ഷരത്തിനും മുകളിലായിട്ട് പരബ്രഹ്മം എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ട്. അതാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ആഗ്രഹവുമില്ലാതെ എന്നെ അറിയുന്നവൻ ആ പരബ്രഹ്മത്തെ അറിയുന്നു എന്നുകൂടെയാണ് നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധാരണയുള്ള ജീവിതത്തിൽ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ സുഖത്തിന്റെ പുറകെ പോയിട്ട് നമ്മൾ കുറെ ആശ, നമ്മുടെ മനസ്സ് കുറെ ആശ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിന് അതീതമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പരബ്രഹ്മത്തെ അറിയാം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഇതില് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ത്രിഗുണങ്ങൾ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ത്രിഗുണങ്ങൾ, ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തന്റെ ആ അടിസ്ഥാനപരമായ ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അല്ലെങ്കിൽ അതീതമായിട്ട് നമുക്ക് ചിന്തിക്കാൻ എന്നോ പറ്റുന്ന എങ്കിൽ മാത്രമേ നമുക്ക് പരബ്രഹ്മത്തെ പറ്റി അറിയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള ഉത്തമമായ വഴി എന്താണെന്ന് കൂടെ ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഡിവോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ ശുദ്ധമായ കറകളഞ്ഞ ദൈവഭക്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ തന്നെ സമർപ്പിക്കുക. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ വെറും ഭക്തിയല്ല, സമർപ്പണ ബോധമാണ്. അങ്ങനെയുള്ള ഒരു സമർപ്പണ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
ഈ പരബ്രഹ്മത്തിനെ പറ്റി അല്ലെങ്കിൽ പുരുഷോത്തമനെ അറിയാൻ പറ്റുള്ളൂ എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പിന്നെ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഈ കെട്ടുപണിഞ്ഞു കിടക്കുന്ന നമ്മുടെ അറ്റാച്ച്മെന്റ്സ്, ഒന്നിനോടുള്ള നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ എന്ന് പറയാം, അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ മൊത്തം ജീവിതം കടന്നു പോകുന്നത്. എന്നാണോ നിങ്ങൾക്ക് ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് തലയൂരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റാച്ച് ആവാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പുരുഷോത്തമനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വേൾഡ്ലി ആയിട്ടുള്ള നമ്മുടെ ഭൗതിക സുഖത്തിന്റെ പുറകെ പോയിട്ടുള്ള നമ്മുടെ എല്ലാ ഈ അറ്റാച്ച്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ ഏതിനോടോ കെട്ടുപിടിഞ്ഞു കിടക്കുന്നു, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിന് വെളിയിൽ ഇതിനേക്കാളും നല്ലൊരു ലോകമുണ്ട് അല്ലെങ്കിൽ ഒരു പരമാത്മാവ് ഉണ്ട് എന്നുള്ള ഒരു ബോധം, അറിവ് വരികയാണെങ്കിൽ അത് ജ്ഞാനികൾക്കുണ്ടാകുന്നതാണ് പറയുന്നത്. കാരണം യോഗ ഇതൊക്കെ പഠിച്ചിട്ട് ജ്ഞാനിയായവർക്ക് ഈ ബോധം വരും. അല്ലാതെ സാധാരണക്കാർക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും സുഖത്തിന്റെ പുറകെ പോകുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്നാണ് കൂടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്, ഈ ഡിറ്റാച്ച്മെന്റ്, വിരക്തി, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഒന്നിനോടും ആശയില്ലാത്ത ഒരു വൈരാഗ്യ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തത്വം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ഇതിവിടെ ഈ അധ്യായം വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പലരും എഴുതി കണ്ടു. എന്താണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ജീവിതത്തിന് ഒരു തലതിരിഞ്ഞ വൃക്ഷം അല്ലെങ്കിൽ ഒരു അശ്വത്ഥം എന്നാണ് പറയുന്നത്. തല തിരിഞ്ഞു പിടിച്ചിരിക്കുന്ന അശ്വത്ഥം പോലെയാണെന്നാണ് പറയുന്നത്. ഇന്ന് എങ്ങനെ ഉണ്ടാവും? തലതിരിഞ്ഞ അശ്വത്ഥമാണെങ്കിൽ വേരുകളൊക്കെ മുകളിലും അതിന്റെ ശാഖകൾ താഴെയുമായിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം. അപ്പൊ നമുക്ക് അതിൽ ആ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടത്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെയാണ് അത് പറയുന്നത്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തല തിരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വൃക്ഷം, അതുപോലെയാണ് ഈ ജീവിതം. അശ്വത്ഥ എങ്ങനെയാണോ തലതിരിഞ്ഞിരിക്കുന്നത് അതുപോലുള്ള ഒരു ജീവിതത്തിനെ പറ്റി നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ പരബ്രഹ്മം അല്ലെങ്കിൽ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആ അവസ്ഥ അത് എവിടെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ വരെ പറ്റില്ല. കാരണം എവിടെ നോക്കി കഴിഞ്ഞാലും വേരുകളും അതുപോലെ അതിന്റെ ശാഖകളുമാകുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എന്താ പറയാ പറഞ്ഞാൽ ഡിസില്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ദിശ അറിയാത്ത ഒരു അവസ്ഥ, നമ്മുടെ ദിശാബോധം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലുള്ള ഒരു ജീവിതത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, ഈ ഊർധ്വമൂലം അശ്വത്ഥം എന്ന് പറയുന്നത്. അപ്പോ അതിൽ പറയുന്നത് എന്താ പറഞ്ഞാല് ഈ തലതിരിഞ്ഞ അശ്വത്ഥത്തിന് അതിൽ ഉപയോഗിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന പ്രാണൻ, നമ്മുടെ പ്രാണൻ ജീവാത്മാവ് കയറിയും ഇറങ്ങിയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരത്തിന്റെ ദിശ അറിയാത്തത് കൊണ്ട് ഈ പ്രാണൻ കുറെ മുമ്പിലോട്ട് പോകാൻ നോക്കും, കുറെ പിറകിലോട്ട് വരാൻ നോക്കും, ഒന്നിൽ കയറും അല്ലെങ്കിൽ ഇറങ്ങും. കാരണം നമുക്ക് ദിശാബോധമില്ല, നമ്മുടെ ജീവാത്മാവിന് ദിശാബോധമില്ല. അതുപോലെയാണ് കയറിയും ഇറങ്ങിയും മരത്തിന്റെ ശാഖയിൽ എന്ന പോലെ അതിന്റെ ആവിർഭാവം എവിടെയെന്നറിയാതെ, തുടങ്ങുന്നത് എവിടെയെന്നറിയാതെ അതിങ്ങനെ കറങ്ങിയിരിക്കുന്നു. ഭഗവാന്റെ സ്ഥാനം അതിന്റെ വേരിലാണ്, പക്ഷെ നാം അത് അറിയുന്നില്ല. കാരണം നമുക്കറിയാം ഒരു മരത്തിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരുകളാണ്. അപ്പൊ ഭഗവാന്റെ സ്ഥാനം അവിടെയാണ്. അപ്പൊ ഈ ഭഗവാന്റെ സ്ഥാനം കണ്ടെത്താൻ നിങ്ങൾ ഈ മരത്തിന്റെ ശാഖ മുറിച്ചു മാറ്റുക എന്നാണ് പറയുന്നത്. മുറിച്ചു മാറ്റിയിട്ട് നിങ്ങൾ കണ്ടെത്തുക എവിടെയാണ് വേര് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അന്തിമമായിട്ട് ഈ പരമസത്യത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഈ പറഞ്ഞ മരത്തിന്, ഈ തലതിരിഞ്ഞ മരത്തിന്റെ ഇതിന്
നനച്ചു തരുന്നത് ഈ 3 നമ്മുടെ ത്രിഗുണങ്ങളാണ്. ഇതിനെ എന്നും നനച്ച് പച്ച പിടിപ്പിച്ച് നിർത്തുന്നത് ഈ നമ്മുടെ ത്രിഗുണങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ ധാരാളം മൊട്ടുകൾ ഉണ്ടാകുന്നു, അത് വിരിയുന്നു. അപ്പോൾ അത് നമുക്ക് ശരിയായ ഒരു പിന്നെ അർത്ഥമല്ല ഈ തരുന്നത്. ഇങ്ങനെ മൊട്ടുകൾ വിരിയുന്നതും നനച്ച് പച്ച കാണുന്നതും ഒക്കെ നമ്മളെ അത് കൺഫ്യൂസ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ദിശാബോധം അത് കാണിച്ചു തരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോഴത് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇതെന്താണ്, ഇതൊരു തലതിരിഞ്ഞ വൃക്ഷമാണെന്നുള്ള സത്യം നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്, ചിലപ്പോൾ തെറ്റായിരിക്കാം. ദെൻ പിന്നെ അതിന്റെ ബേസിനെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വെട്ടിമുറിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഭൗതിക ലോകത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇതിനോടുള്ള അഭിവാഞ്ചകളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അത് വെട്ടിമുറിച്ചിട്ട് നിങ്ങൾ ശരിയായ പരബ്രഹ്മത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും എൻ്റെ പ്രാണന്റെ അല്ലെങ്കിൽ എൻ്റെ പരബ്രഹ്മമായ ശക്തിയുടെ ചെറിയ ചെറിയ കഷണങ്ങളാകുന്നു എന്നാണ് പറയുന്നത്. എല്ലാ ആത്മാക്കളും, ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ആത്മാക്കളും എൻ്റെതായ പരബ്രഹ്മം എന്ന സത്യത്തിന്റെ, അത് തന്നെയാണ് അദ്വൈതത്തിലും പറയുന്നത്, പരമാത്മാവാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പോഴേ ആ സത്യം മനസ്സിലാക്കുക. അവിടെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ക്ഷരത്തിന്റെയും അക്ഷരത്തിന്റെയും അക്ഷര ആൻഡ് പരമപുരുഷൻ അല്ലെങ്കിൽ പരമാത്മാവ്. ആ പരമാത്മാവ് ഈ മൂന്ന് നിലയിൽ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള കഴിവ് ആർക്കും ഉണ്ട്. അവനാണ് ജ്ഞാനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ കൂടുതൽ ശ്ലോകങ്ങളില്ല. പക്ഷെ ഉള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറേയൊക്കെ ചർച്ച ചെയ്യാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനിൽ ഇത് നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ താത്വികമായിട്ട് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് വളരെ വളരെ ഡീപ്പായിട്ട് പോയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ ചർച്ചയുടെ സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴേകദേശം സമയമായി കാണും തോന്നുന്നു. ഞാൻ അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചർച്ചയുടെ സമയത്ത് നമുക്കത് നോക്കാം. ഹരി ഓം. നന്ദി, നമസ്കാരം. ഹരി ഓം അണ്ണ. ചാൻഡിങ് ഗൈഡൻസിനായി സരോജിനിയൊക്കെയും അതുപോലെ റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ്ങിന് വേണ്ടി 1, 2, 3 ശ്ലോകത്തിൽ റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ്ങിന് വേണ്ടി ഓമനാസിക്കൊക്കെയും ക്ഷണിക്കുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ പഞ്ചദശോധ്യായഃ പുരുഷോത്തമയോഗഃ. ശ്രീഭഗവാനുവാച ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം.
ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്ത്. ശ്ലോകം 2. അധച്ഛോർധ്വം പ്രസൃതസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാ. അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അധച്ഛോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാ. അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാ. അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ശ്ലോകം 3. നരൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ. ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ. നരൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ. ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ. ഹരി ഓം. അടുത്തത് വിശദീകരണം. ഹരി ഓം. അടുത്തത് ശ്ലോകം 1, 2, 3 ശ്ലോകത്തിന്റെയും എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലനേഷനായി പ്രഭാവി അക്കയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. പിന്നെ അത് അധ്യായം 15 പുരുഷോത്തമ യോഗം. അപ്പൊ ഇതില് പുരുഷോത്തമ യോഗത്തിൽ ഇതിൽ പറഞ്ഞു തന്നെ വൈദിക വിജ്ഞാനത്തിന്റെ ഉദ്ദേശം എന്താണ്. അപ്പൊ ഈ വൈദിക വിജ്ഞാനത്തിന്റെ ഉദ്ദേശം ഈ ഭൗതിക ലോകത്തിനോടുള്ള നമ്മുടെ ആസക്തി കൈവിട്ട് ദിവ്യോത്തമ പുരുഷനാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ എന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ആധ്യാത്മിക ജ്ഞാനം കൂടുന്തോറും നമുക്ക് ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തിയൊക്കെ കൈവിടും. അപ്പൊ നമുക്ക് ആ ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാവുകയാണ് ദിവ്യോത്തമ പുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി, അതായത് ഭഗവാന്റെ പരമമായ പദവി മനസ്സിലാക്കിയ ഒരു വ്യക്തി അദ്ദേഹത്തിൽ ശരണമടഞ്ഞ് പിന്നെ ഭക്തിയുത സേവനം ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭക്തിയോഗത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇതില് പ്രത്യേകിച്ച് പറയുന്ന എങ്ങനെ നമ്മൾക്ക് വിരക്തി നേടാം, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിരക്തി കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് കൂടുതൽ ആയിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്
ഇതിലെന്താണ് ഭഗവാൻ ഈ ഒരു അരയാൽ വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിനെ ഒരു അരയാൽ വൃക്ഷത്തോട് ഭഗവാൻ ഉപമിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാന് ഈ ആദ്യ ശ്ലോകം നോക്കാം. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഊർധമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേത്. അപ്പൊ ഇതില് ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറയാണ്, വേരുകൾ മേൽപോട്ടും ശാഖകൾ താഴോട്ടും കീഴ്പോട്ടുമായിട്ടുള്ള നാശമില്ലാത്ത ഒരു ആൽവൃക്ഷമുണ്ട്. അപ്പൊ അതിന്റെ ഇലകളെ വേദമന്ത്രങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇവിടെ എല്ലാം ഉപമിക്കുകയാണ് ഭഗവാൻ. ഇതിനെ ഇങ്ങനെ തലകീഴായി നടക്കുന്ന അരയാൽ വൃക്ഷത്തെയാണ് നമ്മളുടെ ഭൗതിക പ്രപഞ്ചമായിട്ട് ഉപമിക്കുന്നത്. അപ്പൊ ഇതില് ബലോദിഷ്ട കർമ്മങ്ങൾ, അതായത് ബലങ്ങൾ ഇച്ഛിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഏർപ്പെടുന്നവർക്ക് ഈ വൃക്ഷത്തിനൊരു നാശവുമില്ല. അവര് ഒരു ശാഖയിൽ നിന്ന് മറ്റേ ശാഖയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ അവർക്ക് ഒരു മോചനവും മുക്തിയും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ വൃക്ഷത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമുക്ക് 13-ാം അധ്യായത്തിലൊക്കെ നമുക്ക് സ്പഷ്ടമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏറ്റവും ഇങ്ങനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന് മോചനം ലഭിക്കാനുള്ള പല വഴികളും പറഞ്ഞു തന്നതിൽ 13-ാം അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത് ഭക്തി സേവനമാണ് അതിൽ അത്യുത്തമമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന് കൂടുതൽ ഭക്തി കാര്യങ്ങളിൽ ഏർപ്പെടുക, ഭക്തി സേവ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തി കുറയുകയും ആധ്യാത്മിക ജ്ഞാനത്തിൽ കൂടുതൽ ആസക്തി വരിക, ഭൗതിക കാര്യങ്ങളിൽ വിരക്തി വരിക. അതാണ് ഇതിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാർഗമെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പല അധ്യായങ്ങളിലും ആയിട്ട്. അപ്പൊ ഇതിലെന്താ പറയുന്നത് വെച്ചാല്, പിന്നെ ഇതില് വേദമന്ത്രങ്ങളാണ്. ഇതിന്റെ അരയാൽ ഇലകളെ എന്താണ് വേദമന്ത്രങ്ങളായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പൊ ഒരുവനെ ഉദ്ധരിക്കാനുള്ള ഈ വൈദിക മന്ത്രങ്ങളാണ് ഈ അരയാൽ ഇലകൾ. പിന്നെ ഇതിന്റെ വേരുകൾ മുകളിലോട്ടാണ് വളരുന്നത്. അപ്പൊ ഈ വേരുകളൊക്കെ ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടുന്നാണ്? ബ്രഹ്മലോകത്തിൽ നിന്നാണ്. ഈ വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അപ്പൊ അതിൽ നിന്നാണ് ഇതിന്റെ വേരുകളൊക്കെ ഉത്ഭവിക്കുന്നത്. അപ്പൊ ഇതൊരു മായാവൃക്ഷമാണ്. ശരിക്ക് നമ്മളുടെ ഭൗതിക ലോകത്തിന് ഇതിന്റെ ഒരു പ്രതിബിംബമായിട്ടാണ് ഈ വൃക്ഷത്തിനെ കണക്കാക്കുന്നത്. അപ്പൊ ഈ മായാവൃക്ഷത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാല് മനുഷ്യന് അതിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് എങ്ങനെ വെച്ചാല് വേരുകൾ മുകളിലാണ്, ശാഖകൾ താഴെയുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നമുക്ക് ഈ ലോകത്തിൽ കാണാനേ പറ്റില്ല. പക്ഷെ എന്താണ്, ഒരു ജലാശയത്തിന്റെ ഒരു പുഴയുടെ തീരത്ത് പോയി നിൽക്കുമ്പോൾ അതിൽ വെള്ളത്തിന്റെ നിഴലില് നമുക്ക് ഇങ്ങനത്തെ ഒരു വൃക്ഷത്തിനെ കാണാൻ പറ്റും. വെള്ളത്തിലെ നിഴലില് ഇങ്ങനെ തോന്നും ഇത് ശാഖകള് താഴെയും വേരുകൾ മുകളിലുമായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇത് ശരിക്കും എന്താണ്, ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അതായത് ഒരു പ്രതിബിംബമായിട്ടാണ് ഈ വൃക്ഷത്തിനെ നമ്മൾ കണക്കാക്കുന്നത്. അതായത് ആത്മീയ ലോകത്തിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഈ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാന്, ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തി കുറഞ്ഞു കഴിഞ്ഞാല് ഈ വൃക്ഷത്തിൽ നിന്ന്, അതായത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. കൂടുതൽ നമ്മളുടെ മെറ്റീരിയൽ ഡിസൈഴ്സിനെയൊക്കെ കുറച്ചിട്ട് ആധ്യാത്മികമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വൃക്ഷത്തിൽ നിന്ന്, അതായത് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം മുറിച്ച് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷപ്രാപ്തിക്ക് സാധിക്കും. അതിനുള്ളതാണ് ഈ അരയാൽ ഇലകളിൽ വേദമന്ത്രങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഈ വേദങ്ങളുടെ ഉദ്ദേശം അതാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അധശ്രോതം പ്രസിദ്ധ തസ്യ ശാഖ ഗുണപ്രവൃത്ത വിഷയപ്രവാള അദശ്യമൂലാനു സന്തതാനി കർമാനുബന്ധിനി മനുഷ്യലോകേ. പിന്നീടും ഈ വൃക്ഷത്തിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് നമുക്ക്. പിന്നെ ഈ വൃക്ഷത്തിന്റെ ശാഖകൾ മേൽപോട്ടും വൃക്ഷത്തിന്റെ ശാഖകൾ വേരുകൾ മേൽപോട്ടും ശാഖകൾ താഴോട്ടും ഒക്കെ വളരുന്നത് എങ്ങനെയാണ്? ഈ വൃക്ഷത്തിന്റെ ശാഖകൾ മേൽപോട്ടും താഴോട്ടും ഒക്കെ വളരുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാല് പ്രകൃതിയുടെ ഭൗതിക ഗുണങ്ങളുടെ പരിപോഷണത്താലാണ്. പ്രകൃതിയുടെ
ഭൗതിക ഗുണങ്ങൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ഗുണങ്ങള് സത്വ രജോ തമോ ഗുണത്തിന്റെ പരിപോഷണത്താലാണ് ഈ വൃക്ഷത്തിന്റെ ശാഖകൾക്ക് വളർച്ച കിട്ടുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ മരച്ചില്ലകൾ എന്താണ് പറയുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളായിട്ടാണ് ഇവിടെ ഉപമിക്കുന്നത്. പിന്നെ ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന ചെറിയ ചെറിയ വേരുകളുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ എന്ന് പറഞ്ഞു തരുന്നു. പിന്നെ വീണ്ടും ഈ അരയാൽ വൃക്ഷത്തെ പറ്റി കൂടുതൽ പറഞ്ഞു തരികയാണ്, കൂടുതൽ വിവരിക്കുകയാണ് ഇവിടെ. അതിന്റെ ശാഖകൾ എന്താണ്? എല്ലാ ഭാഗത്തും പടരുന്നുണ്ട്. അപ്പൊ ഈ താഴെ ഭാഗത്ത് ജീവജാലങ്ങൾ പ്രത്യക്ഷമാണ്. താഴെ ഭാഗത്തുള്ള ജീവജാലങ്ങളില് മനുഷ്യര്, കുതിര, പശു, നായ, പൂച്ച മുതലായവയാണ് മുതലായവ താഴത്തെ ശാഖകൾ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതിന്റെ മുകളിലത്തെ ശാഖകളിലാണ് കുറച്ച് ഉയർന്ന നിലയിലുള്ള ജീവസത്തുകളായ ദേവന്മാർ, ഗന്ധർവന്മാർ ആരാണ് വസിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു വൃക്ഷത്തിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിനനുസരിച്ച് വൃക്ഷത്തിനും വളർച്ചയുണ്ടാകും. ചില ഭാഗങ്ങളിൽ വെള്ളം കുറയുമ്പോൾ അവിടെ വരണ്ടുണങ്ങി കിടക്കും, ചില ഭാഗത്താണെങ്കിൽ വളരെ പച്ച പതർപ്പ് കൂടുതലായിരിക്കും. അതുപോലെയാണ് ഈ ഏറ്റക്കുറച്ചിലുകളെ പോലെയാണ് ഈ 3 ഗുണങ്ങളുടെ ആയിട്ട്. അതുപോലെ ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് പിന്നെ ഈ വൃക്ഷം പരിപോഷിക്കുന്നത്. അപ്പൊ അതിൻ്റെതനുസരിച്ചിട്ട് പല തരത്തിലുള്ള ജീവവർഗങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയും ഈ വൃക്ഷത്തിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഇന്ദ്രിയ വിഷയങ്ങൾ ആണ് ഈ വൃക്ഷത്തിന്റെ ചില്ലകളെ ഇന്ദ്രിയ വിഷയങ്ങൾ ആയിട്ട് പറയുന്നു. പിന്നെ ത്രിഗുണങ്ങൾ ആണല്ലോ നാം വ്യത്യസ്ത ഇന്ദ്രിയ തൃപ്തി നേടുന്നത്. അതായത് ഓരോരുത്തരുടെ ഗുണം, അതായത് രജോ ഗുണം കൂടുതൽ, ഓരോരുത്തർക്ക് ഓരോ ഗുണത്തിനനുസരിച്ചാണ് ഇന്ദ്രിയ തൃപ്തിക്ക് കൂടുതൽ വാസനകൾ ഉണ്ടാവുക. അപ്പൊ അതനുസരിച്ചാണല്ലോ നമ്മളൊക്കെ ഇന്ദ്രിയ തൃപ്തി നേടുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഈ ശാഖകളുടെ അഗ്രങ്ങളെയാണ് ഇന്ദ്രിയങ്ങളായിട്ട് ഇവിടെ ഉപമിക്കുന്നത്. അതായത് ചെവി, മൂക്ക്, കണ്ണ് മുതലായവയാണ് ഇന്ദ്രിയങ്ങൾ. പിന്നെ ചില്ലകളെ ഇന്ദ്രിയ വസ്തുക്കളാണ്. ഇന്ദ്രിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ശബ്ദം, സ്പർശം, പിന്നെ രൂപം ഇവയാണ്. പിന്നെ ഈ വേരുകൾക്കൊക്കെ ഉപവേരുകളുണ്ട്. ആ ഉപവേരുകൾ എന്താണ് പറയുന്നത്? പല ദുരിതങ്ങളുടെയും ഉൽപ്പന്നമായിട്ടാണ്. അതായത് പിന്നെ പാപപുണ്യങ്ങളോടുള്ള താല്പര്യം ഈ ഉപവേരുകളിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഈ വേരുകൾക്ക് വരുന്ന ഉപവേരുകളൊക്കെ എന്താണ്? പാപങ്ങളെ, പുണ്യങ്ങളൊക്കെ അതിൽ നിന്നാണ് നമുക്ക് ഉടലെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ പിന്നെ ആദ്യമേ പറഞ്ഞില്ലേ, യഥാർത്ഥ വേര് ബ്രഹ്മലോകത്തിൽ നിന്നാണ്. ഈ ഉപവേരുകളും ഒക്കെ വരുന്നത് മനുഷ്യ ഗ്രഹങ്ങളിൽ നിന്നാണ് ഈ ഉപവേരുണ്ടാകുന്നത്. പിന്നെ മനുഷ്യൻ ഉപരിലോകത്തിൽ പോയിട്ട് ആദ്യം ആ ഉപരിലോകത്തിൽ പോയിട്ട് എല്ലാ പുണ്യകർമ്മങ്ങളും തീരുമ്പോ മനുഷ്യൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നു, വീണ്ടും ഈ ബലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇതാണല്ലോ ഇവിടെ സൈക്കിള് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്കൊക്കെ നല്ല ഗ്രഹങ്ങളിൽ പോവാൻ പറ്റുന്നു. വീണ്ടും അവിടുത്തെ നമ്മളുടെ പുണ്യങ്ങൾ തീരുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ മനുഷ്യലോകത്തിലേക്ക് അതായത് വരുന്നു. അവിടെ വന്നിട്ട് വീണ്ടും ഇതേ ബലോദിഷ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് കർമ്മങ്ങളിലും ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ തിരിച്ചുള്ളത് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് ബലോദിഷ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പ്രവൃത്തിയിലേക്കും തിരിച്ചെന്ത് കിട്ടുന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. അങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മനുഷ്യലോകമാണ് കർമ്മഭൂമി എന്ന് കരുതപ്പെടുന്നത്. ഇതാണ് ഇതില് ഈ 2ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ശ്ലോകം 3 നോക്കാം. ന രൂപമസേഹ്യ തദോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്ത് കാണുവാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഇത് എവിടെ ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു, പിന്നെ ഇതിന്റെ അടിസ്ഥാനം എന്താണ്, ഒന്നും ഇതുവരെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ശക്തമായിട്ട് വേരുറപ്പിച്ചിരിക്കുന്ന ഈ വൃക്ഷത്തെ എന്ത് ചെയ്യണം? ദൃഢനിശ്ചയത്തോടെ വൈരാഗ്യം എന്ന ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ മനുഷ്യന് സാധിക്കും. ഒരുവനെ വെട്ടി വീഴ്ത്താൻ കഴിയുന്നതാണ്. അതായത് ഈ വൃക്ഷത്തിനെയൊക്കെ എന്താണ്? ഭൗതിക ലോകം. ആ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അതായത്
ഭക്തിയുത സേവനത്തിലൊക്കെ ഏർപ്പെട്ടിട്ട്, അതായത് വൈരാഗ്യം ഉണ്ടാവണം. ആ വൈരാഗ്യം എന്ന വിരക്തി എന്ന ആയുധം കൊണ്ട് മാത്രമേ ഒരുവൻ അത് വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്ക് എവിടെ ചെല്ലാം? ഭഗവാന്റെ അതിനുശേഷം ഒരിക്കലും തിരിച്ചു വരാത്ത ധാമം, അതായത് ഭഗവാന്റെ ധാമം. ഭഗവാൻ എവിടെ വസിക്കുന്നുവോ അവിടേക്ക് ഇരുന്നെല്ലാം മുക്തി നേടിയ ഒരാൾക്ക് അവിടെ എത്താൻ പറ്റും. അത് എവിടെയാണ്? ആ ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാൻ എങ്ങനെയാണ്? ഈ ഭൂമി, ഈ ലോകത്തിന്റെ എല്ലാം ആരിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്? അനാദികാലം മുതൽ ഉത്ഭവിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ ഭഗവാനിൽ നിന്നാണ്. ആ ഭഗവാനിൽ നമുക്ക് എത്തിച്ചേരാൻ, ശരണമടയാൻ, പ്രാപിക്കാൻ പറ്റും. എങ്ങനെ? ഈ വൈരാഗ്യം നമ്മൾ കൂടുതൽ വരുത്തണം, ഈ ഭൗതിക ലോകത്തിനോടുള്ള വിരക്തി വരുത്തണം എന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ വിരക്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് യഥാർത്ഥ വൃക്ഷത്തിൽ സ്ഥിതി ചെയ്യാം. അതായത് യഥാർത്ഥ വൃക്ഷം ആധ്യാത്മിക ലോകമാണ്, അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും പൊതുവെ ഇന്നത്തെ ഇതിലെ അതായത് മെറ്റീരിയൽ ഹാപ്പിനെസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അധിക പേരും. അത് പിന്നെ ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കുക, ഇതൊക്കെയാണ്. അതൊക്കെ ചെയ്യാനുള്ള നമ്മളുടെ ശക്തി, നമുക്കുള്ള ആസക്തി വളരെ ശക്തമാണ്. അത് മെറ്റീരിയൽ ഹാപ്പിനെസ് എത്ര കിട്ടിയാലും മതിയാവില്ല, അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നു. അതെല്ലാം ഇന്ന് ഈ ലോകത്ത് കൂടുതലായിട്ടാണ്. പക്ഷെ അതിനെയൊക്കെ കീഴടക്കാൻ എന്താണ്? ഈ വൈരാഗ്യം കൈവരിക്കണം. അതെങ്ങനെയാ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന സാധുസംഘത്തിൽ, അതായത് ഭക്തജനങ്ങളുടെ അസോസിയേഷൻ, അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, ഭക്തജനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെയൊക്കെ അതിൽ പോകുന്തോറും നമുക്ക് വൈരാഗ്യം വന്നുകൊണ്ടിരിക്കും. പിന്നെ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവരിൽ നിന്ന് ആധികാരികമായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ കേൾക്കണം. അവരുടെ കയ്യിൽ നിന്ന്, അതായത് എവിടുന്നെങ്കിലും കേൾക്കുന്നല്ല, ശരിയായ ജ്ഞാനം ലഭിച്ച ആൾക്കാരാരാണ് വെച്ചാൽ അവരിൽ നിന്നിട്ട് നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാറ്റിനോടും ഒരു വിരക്തി വരും. ആ വിരക്തി വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഈ മായാവൃക്ഷത്തെ, ഇതൊരു മായാവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്, ആ വൃക്ഷത്തെ മുറിച്ചു കടന്ന് ഭഗവാന്റെ സന്നിധി നേടാൻ കഴിയുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഇതിപ്പോ പിന്നെയും പറയുന്നുണ്ട്, ഈ അരയാൽ മരത്തിന്റെ യഥാർത്ഥ രൂപം ഭൗതിക ലോകത്തിൽ കാണാൻ കഴിയില്ല. ഇപ്പൊ ഇത് തന്നെ പറയുന്നത്, എത്രയിലും ഇത് നമ്മൾ എവിടുന്നാണ് ഈ വൃക്ഷം ത്തിന്റെ ഉത്ഭവം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ ആയാലും ജനറേഷൻ, നമുക്ക് ഒരു 5 ജനറേഷനൊക്കെ മാക്സിമം നമുക്ക് അറിയാം, അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ അതിന്റെ അപ്പുറമൊന്നും ആർക്കും ആരാന്ന് തന്നെ അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു അന്വേഷണം ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ബ്രഹ്മാവിലെത്തും. ബ്രഹ്മാവിന്റെ പിറവി കൊടുത്ത ഗർഭോദകശായി വിഷ്ണു, പിന്നെ ലാസ്റ്റിൽ നമ്മൾ എത്തുന്നത് ഭഗവാനിലായിരിക്കും. അപ്പൊ ആ ഭഗവാനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ അന്വേഷണം അവസാനിക്കും. അപ്പൊ ഭഗവാനാണ് എല്ലാറ്റിന്റെയും ഉത്ഭവസ്ഥാനം എന്ന് മനസ്സിലാക്കും. ഇത് എങ്ങനെയാ അറിയണത്? ശരിയായ ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് വേണം ഈ വൃക്ഷത്തിന്റെ ആരംഭമാകുന്ന പരമദിവ്യോത്തമ പുരുഷനെ അറിയാൻ. അതായത് ഭഗവാനെ അറിയണമെങ്കിൽ ശരിയായ ജ്ഞാനം ലഭിച്ച ഒരാളുടെ കീഴിൽ നിന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ അറിഞ്ഞ ഒരാൾക്ക് ഈ മായ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. ഈ ഭൗതിക ലോകത്തിനോടുള്ള, അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ആസക്തി ഉണ്ടാകില്ല ഭൗതിക ലോകത്തിനോട് എന്നാണ് ഈ ഇതിൽ കൂടെ പറയുന്നത്. ഇവിടെ അസംഗ എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഈ ശ്ലോകത്തിലുള്ളത്. അതായത് വിഷയസുഖങ്ങളിലുള്ള ആസക്തിക്കും ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസനയ്ക്കും കരുത്തേറിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെയാണ് ഇന്ന് കൂടുതൽ നമുക്ക് ആസക്തി ഉള്ളത്. അപ്പൊ അതിന്നൊക്കെ നമ്മൾ ഇതാവാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്തജനങ്ങളുമായി സഹവസിക്കുക, ആധ്യാത്മിക ചർച്ചകൾ കേൾക്കുക, അങ്ങനെ വൈരാഗ്യം ശീലിക്കണം, അങ്ങനെ ഭഗവത് പദപ്രാപ്തി നേടണം. അങ്ങനെ നമ്മൾ ആവുമ്പോൾ ഭഗവാനിൽ ശരണം പ്രാപിക്കും. അപ്പൊ ഇതില് 9 പ്രോസസ്സ് പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, അങ്ങനെ ഒരു 9. ഇതെല്ലാം ഈ ശ്രവണം, കീർത്തനം അങ്ങനത്തെയൊക്കെ നമ്മൾ ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അവസാനം എന്താണ്? ആത്മനിവേദനം, അതായത് ഭഗവാനിൽ സമർപ്പിക്കലാണ്. ആദ്യം നമുക്ക് ഭഗവത് പദപ്രാപ്തി കിട്ടും ഈ ബാക്കിയുള്ള എല്ലാ ഭക്തി മാർഗങ്ങൾ ചെയ്യുമ്പോൾ. അതിൽ കൂടെ നമുക്ക് ആത്മനിവേദനം, ആത്മാർപ്പണം, അതായത് ശ്രീകൃഷ്ണ ഭഗവാനില് എത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിന്റെ എന്താണ്? എല്ലാറ്റിന്റെയും ഉറവിടമാരാണ്, ഏതൊന്നിന്റെയും നാരായണ വേര് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടുത്തെ പിന്നെ ഭഗവാനില് കൂടുതൽ സേവനത്തിന്റെ ഫലമാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ഭഗവത്ഗീതയിൽ, അഹം സർവസ്യ പ്രഭവഃ,
അതായത് എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനം ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഭൗതിക ജീവിതത്തിന്റെ, ഈ വൃക്ഷത്തിനെയാണ് വീണ്ടും പറയുന്നത്, ഭൗതിക ജീവിതത്തിന്റെ ഈ വൃക്ഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം. അങ്ങനെ കൃഷ്ണന് സ്വയം സമർപ്പിതനായ ഒരാൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് താനെ മുക്തനാകും എന്നാണ് ഈ ശ്ലോകങ്ങളിൽ, അതായത് ഈ 3 ശ്ലോകത്തിന്റെയും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഭൗതിക ലോകത്തിൽ നിന്ന് വിരക്തി നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പിന്നെ ഭക്തന്മാരുടെ അസോസിയേഷനും പിന്നെ ആധ്യാത്മിക ചർച്ചകള്, ബുക്കുകളൊക്കെ വായിക്കുക. അങ്ങനെ ഈ ഭൗതിക ലോകത്തിനോട് നമുക്ക് വിരക്തി വരുന്തോറും നമുക്ക് മനസ്സിലാവുകയാണ് ആരാണ് പരമ ദിവ്യോത്തമ പുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാവുകയും അത് ഭഗവാനിൽ ശരണം പ്രാപിക്കുകയും ചെയ്തതോടെ നമുക്ക് ഇതിന്നെല്ലാം മുക്തി നേടാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഈ 3 ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകങ്ങള് ശരിക്കും കുറച്ച് ടഫാണ് പറഞ്ഞു തരാനും. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരിയോം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്താണ് ഇവിടെ? പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപക എന്ന് നമ്മള് ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞു. ജ്വലിക്കുന്ന ആ ജ്ഞാനമാകുന്ന ദീപത്തെ എല്ലാവരും മനസ്സിലേറ്റിക്കൊണ്ട് നമ്മുടെ സമിതിയിലെ ഓരോ യോഗ ബന്ധുക്കളും ആ സന്ധ്യാസമയത്ത് നടക്കുന്ന ഭഗവത്ഗീത പാരായണത്തിന് സസന്തോഷം ഇവിടെ എത്തിച്ചേരുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി 14 അധ്യായം വരെ കഴിഞ്ഞു. 14 അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? ത്രിഗുണങ്ങള്, ആ സത്വരജസ് തമോ ഗുണങ്ങളെ എങ്ങനെ മറികടക്കണം എന്നാണ് ഭഗവാൻ ഒരുപാട് ഉദാഹരണങ്ങളെ കൊണ്ട് അർജുനനെ മനസ്സിലാക്കിച്ചത്. അപ്പൊ ത്രിഗുണാതീതനായിരിക്കുന്ന ഒരാൾ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ 15ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? പുരുഷോത്തമ യോഗം. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ പലരും നമ്മൾ ആ പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ പലരൊക്കെ. പുരുഷോത്തമൻ, പുരുഷൻ, ആ കാരണമായിരിക്കുന്ന പരമാത്മാവിനെ എങ്ങനെയാണ് ഉത്തമ പുരുഷനായിട്ട് പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഉത്തമമായ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ഉത്തമ പുരുഷനെയാണ് ഭഗവാൻ ഇവിടെ വർണ്ണിക്കുന്നത് ഇപ്പൊ ഈ ഒരു അധ്യായത്തില്. അപ്പൊ അതിന് ഭഗവാൻ എടുത്ത ഒരു ഉദാഹരണം എന്താണ്? ഒരു അശ്വത്ഥ വൃക്ഷം. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഊർധ്വം എന്ന് പറഞ്ഞാൽ മേലോട്ട്, മൂലം എന്ന് പറഞ്ഞാൽ വേരുകളെ. ആ അശ്വത്ഥ വൃക്ഷത്തെ, അരയാൽ വൃക്ഷത്തെ ഒന്ന് തല തിരിച്ചിട്ട് നോക്കൂ നമ്മൾ. ആ മനസ്സിൽ കണ്ടാൽ എന്താണ്? അതിന്റെ വേരുകളൊക്കെ മേലോട്ട് പോയില്ലേ. അതിന്റെ ആ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായിട്ടുള്ള ഒരു സൃഷ്ടിസ്ഥിതി. അത് അവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടോ ഇലകളും കൊമ്പും ഒക്കെ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിനോട് ഉപമിച്ച് കഴിയുമ്പോ അതെങ്ങനെയുള്ളതാണ്? അശ്വത്ഥ വൃക്ഷം അവ്യയമാണ് എന്നാ പറഞ്ഞ, വ്യയമില്ലാത്തതാണ്, നശിക്കാത്ത ഒരു വൃക്ഷമാണത്. നശിക്കാത്ത, ദീർഘകാലം അത് നിലനിൽക്കും. അതിനെ ആരെങ്കിലും മുറിച്ചാൽ മാത്രമേ അതിന് നാശം വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണതയിൽ അത് നിന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോ എന്താണ്? ആ വേരൊക്കെ താഴേക്കാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മേലോട്ട് പോയി. പിന്നെ താഴേക്ക് ഇപ്പൊ എന്ത് വന്നു? ആ പർണങ്ങള്, ആ ഇലകളാണ് ഒക്കെ താഴേക്ക്, അതിന്റെ ശാഖകളും ഒക്കെ താഴോട്ട് വന്നു. അപ്പൊ ഒരു വൃക്ഷത്തെ എന്താണ്? സത്യധർമ്മം സ്വീകരിച്ചവർ അവര് വിവരിക്കുക എങ്ങനെയാണ്? ഈ അരയാലിന്റെ ഇലകളെയൊക്കെ വേദങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ അതിന്റെ നടുഭാഗം മനുഷ്യലോകമായിട്ട് കാണുന്നു. അപ്പൊ മനുഷ്യലോകത്തിന് മേലെയായിട്ട് എന്താ പറഞ്ഞേ? സത്യലോകം. പല ലോകങ്ങളുണ്ട്. അറ്റത്ത് സത്യലോകം.
താഴേക്ക് പോകുമ്പോഴോ നമുക്ക് പാതാളമാണ് കാണുന്നത് അല്ലെ. അപ്പൊ ഈ അരയാലിന്റെ ഇലകളൊക്കെ വേദങ്ങളായിട്ട് കാണാൻ. അപ്പൊ ഈ അരയാൽ വൃക്ഷത്തിനെ ആരാണോ വേണ്ടതുപോലെ അറിയുന്നത് അവരെയാണ് പറയുന്നത് വേദവിത്ത്. വേദത്തെ അറിഞ്ഞവർ. അറിയേണ്ട കാര്യത്തെ നമ്മൾ ശരിയായിട്ട് അറിയുമ്പോ ഒരു വേദവിത്തായി തീരുകയാണ്. അത് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും അതീതമായ ആ ശാഖകൾ താഴേക്കാണ് വരുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ, കാര്യത്തെ സൃഷ്ടിച്ച ഭഗവാൻ എന്താണ്, നമുക്കൊക്കെ നമുക്ക് എല്ലാം റിയൽ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഒരു ജ്ഞാനിക്കോ അതെല്ലാം മായയായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജ്ഞാനം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം നശ്വരമാണ് എന്നതാണ്. വന്നു പോകുന്നു, വന്നു വളരുന്നു, പിന്നെ അതാ പോകുന്നു. അപ്പൊ ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള സത്യം ആ ഒരു ജ്ഞാനി അറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പർണ്ണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വേദങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾ എങ്ങനെയാണോ അത് വേണം, ഇത് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മള് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ പടർന്ന് പന്തലിക്കുന്നത് പോലെ തന്നെയാണ് ഈ വൃക്ഷത്തിന്റെയും ശാഖകളും ഇലകളും. പുതിയ ഇലകൾ വരുന്നു, തളിരിലകൾ വരുന്നു, ചില ഇലകൾ ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങള് വളരുന്നു, അതുപോലെ തന്നെ നമ്മുടെ സാധിക്കാതെ വരുന്നു, കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് നമുക്ക്. അപ്പൊ ഒരു ജ്ഞാനിക്ക് ഇതെല്ലാം അറിയാം, ഇതൊക്കെ മായാണ്. അവൻ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇതൊക്കെ വന്നത് നിന്നു പോണു എന്നുള്ള ഒരു ഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയാം. അപ്പൊ നമ്മള് ഭൗതിക ലോകത്തില് വിശ്വസിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നുന്നത് ഇതെല്ലാം സത്യമാണ്. ഇന്നിപ്പോ ഒരു കാര്യം നടന്നാൽ വളരെ സന്തോഷായില്ലേ, എന്തെങ്കിലും നടക്കാതെ വന്നാലോ നമുക്ക് ദുഃഖമായി. അപ്പൊ അതല്ല ഇവിടെ പറയുന്നത്. ഒരു വൃക്ഷം എങ്ങനെ വിസ്തൃതി പ്രാപിക്കുന്നു, അതെങ്ങനെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗുണം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരാനൊന്നും സാധിക്കില്ല, എല്ലാം വേണം. അപ്പൊ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പലതും നമ്മൾ സത്വഗുണവും വേണം, രജോ ഗുണവും വേണം, തമോ ഗുണവും വേണം. ഇനി ഇതിന്റെയൊക്കെ എന്താണ്, ഈ കൊമ്പുകളെയൊക്കെ എന്താണ് മുറിച്ച് കളയുക, അല്ലെങ്കിൽ ഈ വൃക്ഷത്തെ മുറിക്കുമ്പോഴാണ് അവിടെ നാശം സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ചിന്തകള് മുന്നോട്ട് പോകാതെ വരുമ്പോ നമുക്കും ദുഃഖ അവസ്ഥ വരികയാണ്. അപ്പൊ ഇവിടുന്ന് ഈ മനുഷ്യലോകത്തിൽ നിന്ന് ഒരു ജ്ഞാനി ആഗ്രഹിക്കുന്നത് മേലോട്ട് പോകണം എന്നാണ്. എന്താണ് ആ ബ്രഹ്മലോകത്തില് ബ്രഹ്മജ്ഞാനം, മുക്തി പ്രാപിക്കുക, അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ആയിരിക്കേണ്ടത്. പക്ഷെ നമ്മൾ പലരും ആഗ്രഹിക്കണം എനിക്ക് സ്വർഗം കിട്ടണം, നരകം കിട്ടണം. എന്താണ് സ്വർഗം? ആ വൈകുണ്ഠ ലോകം, ഭഗവാന്റെ സ്ഥലമാണ് അവിടെ. പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് അവിടെ പോവാൻ സാധിക്കും. ആ പുണ്യൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ നമ്മളില്ലേ എവിടെയെങ്കിലും പേയിങ് ഗസ്റ്റ് ആയി പോകും. കാശൊക്കെ തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് വരും. കാശൊക്കെ കൊണ്ടാണ് പോകുന്നത്. അത് തീർന്നു. അതേപോലെ തന്നെയാണ് പുണ്യങ്ങളൊക്കെ തീർന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറ്റും. അപ്പൊ ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നരകവും അങ്ങനെ തന്നെ. പാപങ്ങൾ ചെയ്തവര് നരകത്തിൽ പോയി അനുഭവിക്കുന്നു. അവിടെ കഴിഞ്ഞ് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് അവരും വരുന്നു. പിന്നെ അവരുടെ പാപങ്ങളൊക്കെ തീർന്നു. പിന്നെ പുണ്യവാനും പാപവാനും ഒക്കെ ഒരേ നിലയിലായി. അപ്പൊ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? മുക്തി പ്രാപിക്കുന്ന ലോകം, ബ്രഹ്മലോകമാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് പറയാണ്. താഴോട്ടല്ല, താഴേന്ന് നോക്കുമ്പോ മേലോട്ട് നമ്മള് ആ വേരുകളെയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ അത് പിടിച്ച് മേലോട്ട് പോകണം എന്നാണ് ഒരു ജ്ഞാനി നമ്മളെ ഉപദേശിക്കുന്നത്. കാരണം ആ മേലോട്ട് പോകുമ്പോഴാണ് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ എത്തിക്കൊണ്ട് നമുക്ക് മുക്തി, നമ്മളുടെ തന്നെ ഇനിയൊരു ജന്മം വേണ്ട ഭഗവാന് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. പിന്നെയും പിന്നെയും ജന്മങ്ങൾ എടുത്തിട്ട് എന്താ കാര്യം? ഇവിടെ വന്ന നമുക്കറിയാം ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ സുഖ ദുഃഖമാണ്. അധികവും ദുഃഖം തന്നെയാണ്. അപ്പൊ ആ ദുഃഖങ്ങൾ അനുഭവിക്കുക, കുറച്ച് സുഖം അനുഭവിക്കുക, എന്തിനാ ഒരു ജന്മം? അപ്പൊ നമുക്ക് മുക്തി പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ് ഒരു മാർഗം? ആ ഭഗവാന്റെ നാമജപാദികള്
അതുപോലെ തന്നെ ഭഗവാനിലുള്ള ആ ഒരു ഭഗവാൻ സ്മരണ, അതുപോലെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ആ ഭക്തന്മാരോടുള്ള ഒരു കരുണ, അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുക്തി പ്രാപിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയൊരു ജന്മമില്ലാത്ത വിധം നമുക്ക് സാധിച്ചെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ഛന്ദാംസി പർണാനി എന്നൊക്കെ പറയുന്നു. അപ്പോ പർണങ്ങൾ എന്താണ്? ഛന്ദസ്സാണ് എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. ഛന്ദാംസി വേദങ്ങളാണ് അല്ലെ. ആ വേദങ്ങളെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മള് മേലോട്ട് ഉയർന്നു പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴും നല്ല ചിന്തകളെ കൊണ്ട് നമ്മള് നല്ലതായിട്ട് മേലോട്ട് ഉയർന്നു പോവാ. മേലോട്ട് ഉയർന്നു പോവാന്ന് പറയുമ്പോ ആഗ്രഹങ്ങളെ കൊണ്ടല്ല. ആ ആഗ്രഹങ്ങളൊക്കെ നശ്വരമായ ആഗ്രഹങ്ങളെ മാറ്റിക്കൊണ്ട് ഉയർന്നു പോയി നമ്മുടെ ലക്ഷ്യം തന്നെ ആ മുക്തി മാർഗം, മോക്ഷമാർഗം ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഇപ്പൊ പ്രഭാക വളരെ ഭംഗിയായിട്ട് അർത്ഥവത്തായിട്ട് എല്ലാം പറഞ്ഞു, ഗംഭീരായിട്ട് പറഞ്ഞു. വി നായരണ്ണൻ അതിലും ഗംഭീരമായി ആദ്യത്തിൽ തന്നെ എല്ലാം പറഞ്ഞു തീർന്നു. അപ്പൊ ഇവിടെ ഒന്നും 3 ശ്ലോകമേ ഉള്ളൂ, അപ്പൊ ഒന്നും പറയാനില്ല. അപ്പൊ ഈ വൃക്ഷത്തെ എന്താണ്, ഒരു സത്യധർമ്മം എന്ന രീതിയിൽ സ്വീകരിക്കുകയാണ് നമ്മള്. ഭഗവാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എത്ര പറഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. കാരണം അർജുനനൊക്കെ ഒരു പ്രാവശ്യമല്ലേ കേൾക്കുള്ളൂ. അപ്പൊ നമുക്കത് മനസ്സിലിരിക്കുന്നില്ല. പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അതെല്ലാം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആ ഒരു നല്ല മനസ്സിന് ഉടമയായി തീരാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ട് എപ്പോഴും ഭഗവാൻ പറയുന്ന ഒരു കാര്യം, നിഷ്കാമ കർമ്മം ആഗ്രഹിക്കാത്ത കർമ്മം ചെയ്തുകൊണ്ട്, ഒന്നും വേണ്ട, ആ മറ്റുള്ളവരെ രോഗപീഡിതരായിക്കോട്ടെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരായിക്കോട്ടെ അവരെയൊക്കെ സഹായിക്കുക. നമ്മൾ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല അല്ലെ. ഇപ്പൊ ഒരാള് ഒരു വീണ് കിടക്കണു, നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തുന്നു, അയാൾ എന്ത് തരുന്നു വിചാരിച്ചിട്ടാ. പക്ഷെ ആ ഒരു കർമ്മത്തിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നു. കാരണം നമ്മളിൽ ഒരാളാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് വേഗം തന്നെ നമ്മൾ എത്തിക്കുന്നത്. അതൊക്കെയാണ് നിഷ്കാമ കർമ്മം. അതൊക്കെ ഭഗവാൻ കാണുന്നു, അതിനുള്ള ഫലം നമുക്ക് തരുന്നു. അപ്പൊ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യ ലോകത്തിൽ നിന്നും നമ്മള് മേലോട്ട് ഉയർന്ന് ആ ഭഗവാന്റെ ലോകത്തിലേക്ക്, ഭഗവാന്റെ ലോകമല്ല, അത് വൈകുണ്ഠ ലോകമാണ്, അത് സ്വർഗം പ്രാപിക്കുന്നവർക്ക് അവിടെ പോവാം. നമ്മുടെ എല്ലാ കർമ്മങ്ങളും, എല്ലാ പാപങ്ങളും, എല്ലാ പുണ്യങ്ങളും തീർന്ന് ആ മുക്തി മാർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അധികമൊന്നും പറയാനില്ല. പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത് എന്തിനാണ്? നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ആ പ്രവർത്തികളിലും എല്ലാം ഇത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ നമുക്ക് തന്നെ സന്തോഷം വരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് എത്രയോ പേര് പല കാര്യങ്ങളും ഉണ്ടാവും, ഒന്ന് ഓടി വന്ന് കേട്ടിരിക്കുന്നത് എന്തിനാണ്? ആ ഒരു കേൾക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു സുഖം, സന്തോഷം, അതൊക്കെയാണ് നമുക്ക് തന്നെ തൃപ്തി തരുന്നത് നമ്മുടെ ജീവിതത്തില്. അതൊക്കെയാണ് അത് ഏറ്റവും വലിയ സമയവും ഏറ്റവും വലിയ കാര്യവും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും വരിക, കേൾക്കുക. എല്ലാവർക്കും നല്ല മുന്നോട്ടുള്ള വഴികളെല്ലാം പ്രയാസം കൂടാത്തതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരിയോം. ഹരിയോം. ഇന്ന് 15ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം ആണ്. അതിന്റെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതിവിടെ പഠിച്ചത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ധ്യാന ശ്ലോകം ചൊല്ലിയത് മൃദുലാക്കയാണ്. അക്കയ്ക്ക് സമിതിയുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അധ്യായത്തിന്റെ ആമുഖം വിവരണം നടത്തിയത് ഇ വി നാരായണനാണ്. ഇ വി നാരായണനും എന്റെയും സമിതിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ ചാൻഡിങ് ഗൈഡൻസ് നടത്തിയത് സരോജിനി അക്കയാണ്. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് നടത്തിയത് ഓമന CK അക്കയാണ്. 2 പേർക്കും 2 അക്കമാർക്കും സ്നേഹ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ 3 ശ്ലോകത്തിന്റെയും വളരെ വിശദമായ
വിവരണം നൽകിയത്. പ്രഭാവക്കയാണ്. അതുപോലെ തന്നെ രമാക്കിയും ഇതിന്റെ നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നെ നൽകിയിട്ടുണ്ട്. രണ്ടു പേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സമിതിയുടെയും നന്ദി അറിയിക്കുന്നു. ഇതിൽ ബാക്കപ്പില് ഉണ്ടായിരുന്നത് ഗംഗ രാജേന്ദ്രൻ അക്കിയും അതുപോലെ തന്നെ രമാക്കിയായിരുന്നു. ഇരുവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ സമിതിയുടെയും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നേരെ ഇരിക്കാം. നമുക്ക് കല്യാണ മന്ത്രം ചൊല്ലാം. കൈകൾ നമസ്കാര സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.